കൊച്ചിയിൽ ലഹരിക്കേസിൽ പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസ് സിനിമാ പ്രൊമോഷന്റെ മറവിൽ ലഹരിമരുന്ന് കടത്തിയതായി കണ്ടെത്തി. ലഹരി ഇടപാടുകൾക്ക് സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. റിൻസിയെയും ആൺ സുഹൃത്ത് യാസിറിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം സംഭവത്തിൽ യാതൊരു ബന്ധവുമില്ലെന്ന് റിൻസി ജോലി ചെയ്തിരുന്ന കമ്പനിയായ ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ് വ്യക്തമാക്കി. റിൻസി കമ്പനി സ്റ്റാഫ് അല്ല, ഔട്ട്സോഴ്സ് ആയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതും കമ്പനി അധികൃതർ പറയുന്നു. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഈ സിനിമാ പ്രൊമോഷന്റെ മറവിൽ ലഹരി മരുന്ന് കടത്തിയതായുള്ള കണ്ടെത്തലാണ് വരുന്നത്. അപ്പോൾ ആ ഗ്ലാമർ, സിനിമയുടെ ഗ്ലാമർ ഏതൊക്കെ രീതിയിൽ ഈ ലഹരി ഇടപാടുകൾക്ക് ഉപയോഗപ്പെടുത്തി എന്നതാണ് പുറത്തു വരുന്ന വിവരം. രേണുക, എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു കമ്പനിയുടെ പേരിൽ അല്ലെങ്കിൽ ഈ റിൻസി ജോലി ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് റിൻസി ജോലി ചെയ്യുന്നത്. ആ സ്ഥാപനം കൂടുതലും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ മാർക്കോ സിനിമയുടെ PR അടക്കം എടുത്ത് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഈ ഇപ്പോൾ പിടിയിലായ റിൻസി. അപ്പോൾ ഇതൊരു മറയാക്കി തന്നെയാണ് ഈ സിനിമാ മേഖലയിലുള്ളവർക്കടക്കം ലഹരി എത്തിക്കുന്നതിൽ റിൻസി മുൻപന്തിയിലുണ്ടായിരുന്നു. കാക്കനാട്ടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ കഴിഞ്ഞ 10 മാസമായി റിൻസിയും ഈ സുഹൃത്ത് യാസിറും താമസിക്കുന്നുണ്ട്. ബംഗളൂരുവിൽ നിന്നും യാസിർ കൊണ്ടുവരുന്ന ലഹരി ഈ ഫ്ലാറ്റിൽ എത്തിച്ച് അവിടെ നിന്നാണ് ആവശ്യമുള്ളവർക്ക് കൈമാറുന്നത്. ഈ ലഹരി വേണ്ടവർ ആ ഫ്ലാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ലഹരി സുലഭമായി ലഭിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഇവർ ഈ ഫ്ലാറ്റിൽ ഒരു പാർട്ടി വരെ നടത്തുന്നുണ്ട്, ലഹരി പാർട്ടി വരെ നടത്തുന്നുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാകുകയും ചെയ്തു. ഒപ്പം ഈ ഒരു ചാറ്റ് കൂടി അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ യുവതിയുടെ ഫോണിൽ നിന്നും കിട്ടിയ ചാറ്റാണ്. അതിൽ കൃത്യമായി തന്നെ അതിൽ ആവശ്യമുള്ളവർ എത്ര ഗ്രാമാണ് വേണ്ടത്, എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്, ഒപ്പം ഗൂഗിൾ പേ വഴി പേ ചെയ്തതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും ഇവർ വാട്സപ്പ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള രേഖകൾ തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം 75ഓളം ഗ്രൂപ്പുകളുണ്ട്. ഈ ലഹരി ഇടപാട് നടത്തുന്നതിന് വേണ്ടി 75ഓളം ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോലീസിന്റെ നീക്കം സിനിമാ മേഖലയിലേക്കാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇവരിൽ നിന്നും ലഹരി വാങ്ങുന്നത് എന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം. അതിനുവേണ്ടി ഇരുവരെയും 2 പ്രതികളെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിനൊടുവിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. വയനാട് നിന്നും പിടികൂടിയ ലഹരിയുമായി വയനാട് നിന്ന് പിടികൂടിയവരിൽ നിന്നുമാണ് ഈ യുവതിയെക്കുറിച്ചും സുഹൃത്തിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയാണ് ഫ്ളാറ്റിൽ നിന്നും ഇവരെ ലഹരിയോടുകൂടി പിടികൂടുന്നതും. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ബംഗളൂരിൽ നിന്നാണ് ലഹരി എത്തിക്കുന്നതെന്നും അവിടെ ഫ്ളാറ്റിൽ വെച്ച് ലഹരി പാർട്ടികൾ നടത്താറുണ്ടെന്നും ആ ഫ്ളാറ്റിൽ എത്തിയിട്ടാണ് ആവശ്യക്കാർക്ക് വീതിച്ചു നൽകുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസിനോട് ഇരുവരും തുറന്ന് സമ്മതിക്കുകയും ഒക്കെ ചെയ്തത്. ഇനി സിനിമാ മേഖലയിലെ ആരാണ് ഇവരിൽ നിന്നും സ്ഥിരമായി ലഹരി വാങ്ങിയതെന്നതിന് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവരുടെ ഫോണുകൾ വിശദമായി പരിശോധിക്കും. കസ്റ്റഡി ലഭിച്ച ശേഷം അവരിൽ നിന്നും വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഇനി സിനിമാ മേഖലയിലേക്കുള്ള അന്വേഷണം കൂടി വ്യാപിപ്പിക്കുക. നമുക്കറിയാം, ഇതിനു മുൻപ് തന്നെ ഇതുപോലെ പല ആളുകളും പിടിയിലാകുമ്പോഴാണ് അവർ ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾക്കും ലഹരി വിതരണം ചെയ്യുന്നവരാണെന്ന് കണ്ടെത്തുകയും അതിൽ നിന്നും മലയാളത്തിലെ തന്നെ പ്രധാനപ്പെട്ട നടന്മാരിലേക്കൊക്കെ അന്വേഷണം നീളുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും റിൻസിയെയും യാസറിനെയും പിടികൂടിയ സാഹചര്യത്തിൽ അവരിൽ നിന്നും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നവമിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സിനിമ പ്രൊമോഷന്റെ സാഹചര്യമൊക്കെ ലഹരി മരുന്ന് കടത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ലഹരി ഇടപാടുകൾക്ക് സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ചതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നു. നവമി, ഇതിൽ നമുക്ക് കൂടുതലായി അറിയേണ്ടത് സിനിമാ മേഖലയിലെ മറ്റ് ഉള്ളവർക്കും ഇതിലുള്ള ബന്ധം ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? കൂടുതൽ പേർ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യതകളുണ്ടോ? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആരാണ് ഇവരിൽ നിന്നും കൂടുതലായി ലഹരി വാങ്ങുന്നത് എന്നതിൽ പോലീസ് ഇപ്പോഴും വിവരം പുറത്തുവിട്ടിട്ടില്ല. കുറച്ചുകൂടി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ നൽകി കോടതിയിൽ നിന്നും ഇരുവരെയും കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ, അത് തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട്. ആ ചോദ്യം ചെയ്യൽ നിന്ന് വേണം ഈ കൂടുതൽ സിനിമാ മേഖലയുമായി ബന്ധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ആർക്കൊക്കെയാണ് ലഹരി കൈമാറുന്നതിൽ ഒരു
ഉത്തരം കണ്ടെത്തുവാൻ അന്വേഷണ സംഘത്തിനും കഴിയുകയുള്ളൂ. ഒപ്പം ഈ ഉണ്ണിമുകുന്ദൻ എതിരായിട്ടുള്ള ആരോപണമൊക്കെ ഉയർത്തിരുന്നു. ഉണ്ണിമുകുന്ദന്റെ മാർക്കോ സിനിമയുമായി ബന്ധപ്പെട്ട് PR വർക്കുകൾ ചെയ്തിരുന്നത് റിൻസി ആയിരുന്നു. അങ്ങനെ ഉണ്ണിമുകുന്ദന്റെ ഒരു മുൻ മാനേജറാണ് എന്ന തരത്തിൽ, റിൻസി ഉണ്ണിമുകുന്ദന്റെ മാനേജറാണെന്ന തരത്തിലുള്ള ആരോപണമൊക്കെ ഉയർത്തിരുന്നു. പക്ഷെ ഉണ്ണിമുകുന്ദൻ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇത് നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സിനിമയുടെ ഭാഗമായി മാത്രമാണ് ഇവരുടെ കമ്പനിക്ക് PR കമ്പനിയുമായി ബന്ധപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ഈ വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ അനാവശ്യമായി തന്റെ പേര് ഇതിൽ വലിച്ചിടയ്ക്കരുത്, അങ്ങനെ ഉണ്ടായാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഉണ്ണിമുകുന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ സിനിമാ മേഖലയിലുള്ള ആളുകളുമായിട്ട് റിൻസിക്ക് ബന്ധമുണ്ടെന്ന് ഇതിനോടകം തന്നെ പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ആർക്കൊക്കെയാണ് ലഹരി കൈമാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ റിൻസിയിൽ നിന്നും ആരൊക്കെയാണ് സ്ഥിരം ലഹരി വാങ്ങിയിരിക്കുന്നത് എന്നത് കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം. അതിനുവേണ്ടി ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യണം. ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവരിലേക്ക് എത്താൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം. ഇതിനു മുൻപ് പോലും പല സിനിമാ താരങ്ങളെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമ്പോഴൊക്കെ കൃത്യമായിട്ടുള്ള തെളിവ് പോലീസിന് കിട്ടിയിരുന്നില്ല. ആ തെളിവുകളുടെ അഭാവത്തിൽ ഇവരെയൊക്കെ വിടേണ്ട സാഹചര്യം വരുന്നുണ്ടായിരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കും അന്വേഷണം നീളുകയുള്ളൂ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ ആരൊക്കെ ഇവരിൽ നിന്ന് ഈ ലഹരി മരുന്നുകൾ വാങ്ങി എന്നതുൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ കമ്പനിയുമായി ബന്ധമില്ല, കമ്പനി അവരുമായി ബന്ധമില്ല എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അക്കാര്യങ്ങളിലും കൂടുതൽ വിശദമായ അന്വേഷണം ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്.